ലൈക് ബിഫോർ ആൻഡ് ആഫ്റ്റർ അരോമലൈ. തീർച്ചയായിട്ടും. കാര്യം അതിനു മുമ്പ് വരെ മലയാളം മാത്രമായിരുന്നു എൻ്റെ ഒരു ലോകം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തമിഴ്, തെലുങ്ക്, കന്നഡ, ഈവൻ ഹിന്ദി. ഇതിൻ്റെ എക് ദീവാനാഥ എന്ന് പറഞ്ഞ വേർഷനിൽ എൻ്റെ പാട്ട് മാത്രമേ ഉള്ളൂ റിമൈൻ ചെയ്തത്. ബാക്കി എല്ലാ സിംഗേഴ്സും മാറി വേറെ ഇതുകളായിരുന്നു. അപ്പം അതുവരയ്ക്കുള്ളൊരു എക്സ്റ്റെൻഡിലേക്ക് ഞാൻ എത്താനായിട്ട് അത് കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു വലിയ ലീപ്പിന് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ആ ഒരു പാട്ട് അങ്ങനെ ആ പടത്തിൽ ഉള്ള പാട്ടായിരുന്നില്ല. അത് ലാസ്റ്റ് മിനിറ്റിൽ റഹ്മാൻ സാർ തന്നെ നിർബന്ധിച്ചിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയതാ. അപ്പൊ ചേട്ടനെ അറിയുമായിരുന്നോ റഹ്മാൻ സാറിന് മുന്നേ? റഹ്മാൻ സാറിന് എനിക്ക് എൻ്റെ ഫസ്റ്റ് പടത്തിന്റെ ഓഡിയോ ലോഞ്ചിന് അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാൻ പാടണ കേട്ടിട്ടുണ്ട്. ആൻഡ് ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു പാട്ട് പാടാനാണോ താല്പര്യം അതോ മ്യൂസിക് ഡയറക്ഷനാണോ. ഞാൻ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ഷനാണ്, പക്ഷെ നല്ല പാട്ട് ഓപ്ഷൻസ് കിട്ടിയ പാടാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞൊരു 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആൾക്കത് ഓർമ്മയുണ്ടോ? ആളത് ഓർക്കുന്നുണ്ടെന്ന് മാത്രമല്ല എൻ്റെ പേര് മറന്നുപോയി. അങ്ങനെ ശ്രീനേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഗോസ്പൽ സിംഗർ കേരളത്തിലുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഒരാളുണ്ട്, എനിക്ക് പേര് മറന്നുപോയി, എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനേട്ടനെ നമ്മളറിയാലോ, നമ്മളത്രയും അടുപ്പുള്ളതല്ലേ. ശ്രീനേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു അൽഫോൻസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ യെസ് അൽഫോൻസോ, എന്നെ അങ്ങനെ വിളിക്കാം. കേൾക്കുമ്പോൾ എനിക്കൊരു ഹോപ്പുണ്ട്. ഞാൻ റഹ്മാൻ സാറിനെ ഫിർഡോസിന്റെ പെർഫോമൻസിന്റെ സമയത്ത് കണ്ടു. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും സാർ ഐ വിൽ കം ബാക്ക് ടു യു എന്ന് പറഞ്ഞു. അപ്പോൾ വരുമായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും ഇടയ്ക്കൊന്ന് ഡെഫിനറ്റ്ലി. അല്ല, പുള്ളിയുടെ ഒരു തോട്ട് പ്രോസസ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, വേറൊരു രീതിയിലാണ്. ആൻഡ് അപ്പോൾ എൻ്റെ ഞാൻ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് റഹ്മാൻ സാറിനോട് ഞാൻ ചോദിച്ചു എന്താണ് എന്നെ വിളിക്കാൻ കാര്യം. ഞാനൊട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നെ വിളിക്കുന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ പാട്ടിൻ്റെ കാര്യം തോട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ 2 പേരാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒന്ന് US ഒരാളാണ്, രണ്ടാമത് ഞാൻ. അപ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് പ്ലാൻഡ്, ലൈക്ക് എനിക്ക് വേണ്ടി ചെയ്ത പോലെയുള്ള ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നടന്ന ഓരോ ടൂറൊക്കെ പിന്നെ കണ്ടിന്യൂസ് കുറേ ഒരു 4-5 മാസത്തോളം അമേരിക്ക, കാനഡ, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക ഇവിടെയൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് അവിടെയും ഒരു രസകരമായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറിന് എന്നെ കൊണ്ട് പഠിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ജയ്ഹോയിലോട്ട് പോയപ്പം അവിടെ ഒരു ഇൻ്റർനാഷണൽ ടീമുണ്ട് അതിനകത്ത്. സാധാരണ പ്ലേ ചെയ്യുന്നവരല്ല. ലൈക്ക് ലയണൽ റിച്ചിയുടെ ഡ്രമ്മർ, ഷക്കീറയുടെ കൂടെ പെർക്കഷൻ വായിക്കുന്ന ആള്, പിന്നെ വയലിൻ വായിക്കുന്നത് പോലെ വേറൊരു ഒരു ജാസ് പിയാനിസ്റ്റ്, അത് ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യൻ. ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ് നമ്മുടെ കൂടെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഏറ്റവും അവസാനത്തെ ആഡ് ഓൺ ആയിരുന്നല്ലോ ഞാൻ. അവർ ആദ്യം സമ്മതിച്ചില്ല. അവർ പറഞ്ഞു പുതിയ ലിസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റില്ല, വി ഓൾറെഡി ഡൺ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല, ഒരു ന്യൂ സോങ് ആണ്, നല്ലൊരു ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോ വി കനോട്ട് ആഡ് ദിസ് സോങ് നൗ എന്നൊക്കെ പറഞ്ഞു. അപ്പം സാർ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല ബാക്കിയുള്ള പാട്ടുകൾ. എന്നിട്ട് ഞാൻ എൻട്രൻഡറും പുന്നകയൊക്കെ ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഷോയിൽ. അങ്ങനെ ഒരു 5-6 ഷോയിൽ ഞാൻ അങ്ങനെ പഴയ പാട്ടുകളൊക്കെ പാടിപ്പോയി. ഡാലസിൽ കംപ്ലീറ്റ്ലി വോക്കൽ മാത്രം, ടെക്നിക്കൽ സപ്പോർട്ടിനൊന്നുമില്ല. ഞാൻ ഐ വാസ് പ്ലേയിങ് ഒരു വോക്ക് ഓർഡർ ഉണ്ടായിരുന്നു കീബോർഡിൽ വായിച്ചിട്ട്. ഡാലസിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും പ്രതീക്ഷിക്കുന്നില്ല, പെട്ടെന്ന് സാറ് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞു അൽഫോൻസ് വി വിൽ സിങ് ആരോമലൈ ടുഡേ. ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞു നോ പ്രോബ്ലം വി വിൽ ജാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആദ്യമായിട്ട് ഡാലസിൽ നേരെ സ്ട്രെയിറ്റ് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയൊക്കെയോ പോയി. ഒറിജിനൽ വേർഷനിലല്ല ഞാൻ പാടി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇമ്പ്രൂവൈസ് ചെയ്ത് സാറും പിയാനോയിലും ഓരോന്നൊക്കെ പ്ലേ ചെയ്ത് അവസാനം ഏതോ ഒരു പോയിന്റിലൊക്കെ കൊണ്ട് നിർത്തി. അത് ഭയങ്കര സൈലൻസ് ആയിരുന്നു. അത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും കണ്ണടച്ചിങ്ങനെ നിൽക്കാം. സാറ് മയക്കെടുത്തിട്ട് വാവ് എന്ന് പറഞ്ഞു.